ഗുണ്ടാബന്ധത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ 2 ഡിവൈഎസ്പിമാർക്ക് സസ്പെൻഷൻ. തിരുവനന്തപുരം റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി KJ ജോൺസൺ, വിജിലൻസ് ഡിവൈഎസ്പി M പ്രസാദ് എന്നിവർക്കെതിരെയാണ് നടപടി. ഗുണ്ടാബന്ധത്തിൽ നേരത്തെ 4 CIമാരടക്കം 5 പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു. തിരുവനന്തപുരം പാറ്റൂരിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് പിന്നാലെയാണ് നഗരത്തിലെ ക്രിമിനൽ സംഘങ്ങളും പോലീസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് പുറത്തായത്. സംഭവത്തിൽ ഉൾപ്പെട്ട ഗുണ്ടകളായ നിധിനും രഞ്ജിത്തും തമ്മിലുള്ള സാമ്പത്തിക തർക്കം പരിഹരിക്കാൻ ഇടനിലക്കാരായി നിന്നതിനാണ് ഡിവൈഎസ്പിമാർക്കെതിരായ നടപടി. തിരുവനന്തപുരം റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി KJ ജോൺസൺ, വിജിലൻസ് ഡിവൈഎസ്പി M പ്രസാദ് എന്നിവർ സാമൂഹ്യവിരുദ്ധരുമായി അവിശുദ്ധ സഖ്യമുണ്ടാക്കിയെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. ജോൺസന്റെ മകളുടെ പിറന്നാൾ പാർട്ടി സ്പോൺസർ ചെയ്തത് ക്രിമിനലുകളാണ്. മുതിർന്ന ഉദ്യോഗസ്ഥരായിട്ട് പോലും ഗുരുതരമായ പെരുമാറ്റ ദൂഷ്യത്തിലൂടെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിച്ചുവെന്നും ഉത്തരവിലുണ്ട്. അതിനിടെ പാറ്റൂർ കേസിൽ ഒളിവിൽ കഴിയുന്ന ഗുണ്ടാ നേതാക്കൾ സുഹൃത്തുക്കളുമായി ഫോണിൽ ബന്ധപ്പെട്ടതായി കണ്ടെത്തി. കേസിലെ 2ാം പ്രതി ആരിഫാണ് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥയുടെ കുടുംബാംഗത്തെയും ഇടത് നേതാവിന്റെ ബന്ധുവിനെയും വിളിച്ചത്. ഇവരുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി ഫോൺ പിടികൂടി. കേസിലെ 1ഉം 2ഉം പ്രതികളായ ആസിഫും ആരിഫും ഊട്ടിയിൽ ഒളിവിലാണെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ KV തോമസ് ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയാകും. ക്യാബിനറ്റ് റാങ്കോടെ KV തോമസിനെ നിയമിക്കാൻ മന്ത്രിസഭായോഗമാണ് തീരുമാനിച്ചത്. ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിൽ വിപുലമായ ബന്ധമുള്ള KV തോമസിന്റെ സാന്നിധ്യം കേന്ദ്ര സംസ്ഥാന ബന്ധം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. കോൺഗ്രസുമായി അകന്ന KV തോമസിന് സർക്കാരിലോ CPMലോ പ്രധാന പദവി ലഭിക്കുമെന്ന് നേരത്തെ വ്യക്തമായിരുന്നു. KV തോമസിന്റെ ബന്ധങ്ങളും പരിചയസമ്പത്തും ഭരണരംഗത്ത് പ്രയോജനപ്പെടുത്താനാണ് തീരുമാനം. കേന്ദ്രമന്ത്രി, MP എന്നീ നിലകളിൽ ദീർഘകാലം ഡൽഹിയിൽ പ്രവർത്തിച്ച KV തോമസിന് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളുമായും ഉദ്യോഗസ്ഥ പ്രമുഖരുമായും അടുത്ത ബന്ധമാണുള്ളത്. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് മുൻ MP A സമ്പത്തായിരുന്നു ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി. നെതർലൻഡ് മുൻ അംബാസഡർ വേണുരാജാമണിയെ ഡൽഹിയിൽ കേരള സർക്കാരിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി 2021 സെപ്റ്റംബർ 15 നിയമിച്ചിരുന്നു. 2022 സെപ്റ്റംബറിൽ സേവന കാലാവധി 1 വർഷത്തേക്ക് നീട്ടി നൽകുകയും ചെയ്തു. അതിനു പുറമെയാണ് ഇപ്പോൾ KV തോമസിന്റെ നിയമനം. സിൽവർ ലൈൻ അടക്കമുള്ള സർക്കാരിന്റെ സ്വപ്ന പദ്ധതികൾക്ക് ജീവൻ വയ്ക്കാനും കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്ന് സർക്കാർ കരുതുന്നു. KV തോമസിന്റെ സാന്നിധ്യം ഇക്കാര്യങ്ങളിലൊക്കെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 തിരുവനന്തപുരം. സ്ഥാനലബ്ധിയിൽ സന്തോഷമെന്ന് KV തോമസ് ന്യൂസ് 18നോട് പറഞ്ഞു. മുഖ്യമന്ത്രിക്കൊപ്പം ചേർന്ന് വികസന കാര്യങ്ങൾ നടപ്പിലാക്കും. തന്നെ കോൺഗ്രസ് അവഗണിച്ച പോലെയാണ് ശശി തരൂരിനെ അവഗണിക്കുന്നത്. K മുരളീധരന് ഡൽഹിയിലെ കാലാവസ്ഥയാണോ നാട്ടിലെ കാലാവസ്ഥയാണോ താല്പര്യമെന്ന് അറിയില്ലെന്നും KV തോമസ്. നമുക്കൊരു ഉത്തരവാദിത്വം വരുമ്പോൾ സന്തോഷമാണല്ലോ. ആ ഉത്തരവാദിത്വം ചെറുതും വലുതുമായിട്ട് ഉത്തരവാദിത്വം നോക്കാറില്ല. ഞാൻ കുമ്പളങ്ങിയിലെ വാർഡ് പ്രസിഡന്റായിട്ട് വന്നു. അത് വന്ന് സന്തോഷത്തോടെ സ്വീകരിച്ചത്. DC സെക്രട്ടറിയായി അന്ന് അത് സന്തോഷമായിരുന്നു. DC പ്രസിഡന്റായി, കേന്ദ്രമന്ത്രിയായി, സംസ്ഥാന മന്ത്രിയായി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നടപ്പിലാക്കുക. അതിന് എൻ്റെ ആത്മാർത്ഥമായ പരിശ്രമം എന്നും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. മുരളിക്ക് ഞാൻ മറുപടി പറയുന്നില്ല. അതിന് കാലാവസ്ഥ അതിപ്പോൾ മുരളി എങ്ങനെ അത് കാണുന്നതെന്ന് എനിക്കറിയില്ല. മുരളിക്ക് ഡൽഹി ഇഷ്ടമാണോ അതല്ല അദ്ദേഹത്തിന് ഇഷ്ടം കേരളമാണോ എന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ. CPMഉം കേന്ദ്രത്തിലെ സംഘപരിവാറും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ലെയ്സൺ ഓഫീസറായിട്ടാണ് KV തോമസിനെ ഇപ്പോൾ ഡൽഹിയിൽ നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് വിട്ട ശേഷം ശ്രീ KV തോമസ് നടത്തിയ ബാംഗ്ലൂർ ഡൽഹി യാത്രകൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം നിരന്തരമായി സംഘപരിവാറിൻ്റെ വിവിധ തലങ്ങളിലുള്ള നേതാക്കളുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇടനിലക്കാരനായിട്ടാണ് പല കാര്യങ്ങളും ഒത്തുതീർപ്പിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അവിഹിതമായ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇടനിലക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഔദ്യോഗികമായി ഒരു ഇടനിലക്കാരൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്. KV തോമസിന് ഡൽഹി കാലാവസ്ഥ ഇഷ്ടമാണെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. അത് നല്ലതാണ്. അദ്ദേഹത്തിന് ഡൽഹി ക്ലൈമറ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അത് നല്ലതാണ്. പോകുന്നവരെ കുറിച്ചൊന്നും ഞാൻ ആശയമൊന്നും പറയുന്നില്ല. പോകുന്നവർ പോയിക്കോട്ടെ. അതുകൊണ്ട് അവർക്ക് മാനസികമായിട്ട് സമാധാനം കിട്ടുമെങ്കിൽ ഓക്കെ. പക്ഷേ ഈ കിട്ടുന്ന പദവിയൊക്കെ അത്ര വലിയ കാര്യമൊന്നുമില്ല. കേരളമായി ഒരു ചെലവും കുറയ്ക്കുന്നില്ല. അതിനുദാഹരണമാണ് ക്യാബിനറ്റ് പദവി നൽകിയുള്ള KV തോമസിന്റെ നിയമനമെന്നും K സുരേന്ദ്രൻ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ
കേരളം കടന്നു പോകുമ്പോഴും അഴിമതിയും ധൂർത്തും അവസാനിപ്പിക്കാൻ പിണറായി വിജയൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശാപമായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഇത്രയും ഭീമമായിട്ടുള്ള കടക്കെണിയിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോഴും ഗവൺമെന്റ് ഒരു ചെലവും കുറയ്ക്കാൻ തയ്യാറാവുന്നില്ല. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തെ നേരിടുമ്പോൾ എല്ലാ സർക്കാരുകളും ചെലവ് കുറയ്ക്കാൻ തയ്യാറാവും. എന്നാൽ പിണറായി വിജയൻ ഗവൺമെന്റ് അനാവശ്യമായ ഒരു ചെലവും കുറയ്ക്കുന്നില്ല, ധൂർത്ത് കുറയ്ക്കാൻ തയ്യാറാവുന്നില്ല. ബജറ്റിൽ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിച്ച് തടി തപ്പാമെന്നാണ് ധനകാര്യമന്ത്രി വിചാരിക്കുന്നത്. ഇന്നിപ്പോ ക്യാബിനറ്റ് പദവിയോടുകൂടി ദില്ലിയിൽ പുതിയൊരു അംബാസിഡറെ വച്ചിരിക്കുക. എന്താണ് ദില്ലിയിൽ ഇവർക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ളത്? തികച്ചും രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ ഖജനാവ് ഭീകരമായിട്ട് ഈ സർക്കാർ കൊള്ളയടിക്കുന്നത്. ശശി തരൂരിനെതിരെ വിമർശനവുമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ. വിവിധ ജില്ലകളിൽ പര്യടനം നടത്തുമ്പോൾ അറിയിക്കുന്നില്ല. ദി പ്രിന്റിന് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. തരൂരിനെ പലതവണ കണ്ണൂരിലേക്ക് ക്ഷണിച്ചിരുന്നു, അന്നൊന്നും വന്നില്ല. ഒടുവിൽ വന്നപ്പോൾ തന്നെ അറിയിച്ചില്ല, ഫോൺ പോലും വിളിച്ചില്ല. വിഷയം താരിഖ് അൻവറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫലമുണ്ടായില്ലെന്നും കെ സുധാകരൻ പറഞ്ഞതായി ദി പ്രിന്റ് റിപ്പോർട്ട് ചെയ്തു. പാർട്ടിയിൽ വിഭാഗീയ പ്രവർത്തനം പാടില്ലെന്ന് രമേശ് ചെന്നിത്തല. KPCC അധ്യക്ഷനാണ് പാർട്ടിയിലെ അവസാന വാക്ക്. പാർട്ടിയിൽ ഐക്യമാണ് വലുത്. പലതരത്തിൽ അഭിപ്രായമുണ്ടാകും, അത് പാർട്ടി വേദിയിൽ പറയണം. ഇപ്പോൾ യോജിച്ച മുന്നേറ്റമാണ് വേണ്ടതെന്നും രമേശ് ചെന്നിത്തല. ഇന്ന് ഏറ്റവും ആവശ്യം പാർട്ടിയിൽ ഐക്യമാണ്, യോജിപ്പാണ്. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന സന്ദർഭത്തിൽ വിഭാഗീയ പ്രവർത്തനം ആരും നടത്താൻ പാടില്ല. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമാകേണ്ട സന്ദർഭമാണ്. അതുകൊണ്ടാകാം KPCC പ്രസിഡന്റ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ആരും വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പാടില്ല. പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാകും, അതെല്ലാം പാർട്ടി വേദികളിൽ വേണം പറയാൻ. പാർട്ടി കൂടുതൽ സുശക്തമായി മുന്നോട്ട് പോകേണ്ട ഒരു സന്ദർഭമാണ്. PFIയുടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ എല്ലാ വേരുകളും പിഴുതെറിയാൻ NIA. റെയ്ഡുകളും അറസ്റ്റുകളും തുടരും. അതേസമയം PFI കേസിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം. ഡിസംബർ 23 ഉത്തരവ് സർക്കാർ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് നിർദ്ദേശം നൽകിയതെന്നും നോട്ടീസ് നൽകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. സെപ്റ്റംബർ 23 അക്രമസമരവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത നടപടികളിലാണ് സർക്കാരിന്റെ മെല്ലെപ്പോക്ക് തുടരുന്നത്. ജനുവരി 15-നകം റവന്യൂ റിക്കവറി നടപടികൾ പൂർത്തിയാക്കാത്തതോടെയാണ് ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിച്ചെന്ന് ഡിവിഷൻ ബെഞ്ച് സർക്കാരിനെ വിമർശിച്ചത്. ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാരും മുഹമ്മദ് നിയാസ് CPM ഇന്നലെ കോടതിയിൽ നടത്തിയ വിമർശനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ. കഴിഞ്ഞ ഡിസംബർ 23 സ്വത്ത് കണ്ടുകെട്ടലുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങളെ സംസ്ഥാന സർക്കാർ തെറ്റായി വിലയിരുത്തി. പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളിൽ 5,20,00,000 രൂപയുടെ നഷ്ടം സംഭവിച്ചെന്നായിരുന്നു കണക്കുകൾ. കേസിൽ പ്രതികളായവർ ഈ തുക നൽകാത്ത പക്ഷം അവർ ഉൾപ്പെട്ട നിരോധിത സംഘടന തന്നെ 5,20,00,000 രൂപ സർക്കാരിന് നൽകാനായിരുന്നു കോടതി നിർദ്ദേശം. റവന്യൂ റിക്കവറി നിയമം അനുസരിച്ച് നോട്ടീസ് നൽകാതെ തന്നെ സ്വത്ത് കണ്ടുകെട്ടലുമായി മുന്നോട്ടു പോകുന്നതിനുള്ള വ്യവസ്ഥകൾ നിലവിലുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായി നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നാണ് കോടതി വിമർശനം. നോട്ടീസ് പതിക്കുന്നതിന് കാത്തുനിൽക്കാതെ വരുന്ന 23-ാം തീയതിക്കകം റവന്യൂ റിക്കവറി നടപടികൾ പൂർത്തിയാക്കണം. 24-ന് ഹൈക്കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ ജില്ലാ അടിസ്ഥാനത്തിൽ കണ്ടുകെട്ടിയ സ്വത്തുക്കളുടെ സമഗ്ര വിവരങ്ങൾ സമർപ്പിക്കണമെന്നും കോടതി പറഞ്ഞു. 3785 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കെതിരെയാണ് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം ക്രിമിനൽ പശ്ചാത്തലമുള്ള പോപ്പുലർ ഫ്രണ്ട് രണ്ടാം നിര നേതാക്കളുടെ നേതൃത്വത്തിൽ സമാന്തര കൂട്ടായ്മകൾ നടക്കുന്നതായാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. ഈ പശ്ചാത്തലത്തിൽ PFIയുടെ അടിവേര് പിഴുതെറിയാൻ മിന്നൽ പരിശോധനകളും തുടർ നടപടികളും സജീവമാക്കാനാണ് NIAയുടെ നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. BJP നേതാവ് കൂടിയായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് കായിക താരങ്ങളുടെ പ്രതിഷേധം തുടരുന്നു. ഗുസ്തി താരങ്ങൾ ഉന്നയിച്ച ആരോപണത്തിൽ 72 മണിക്കൂറിനകം വിശദീകരണം നൽകാൻ WFIയോട് കേന്ദ്ര കായിക മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലൈംഗികാരോപണം അടക്കമുള്ള ആരോപണങ്ങളാണ് ബ്രിജ്ഭൂഷണും പരിശീലകർക്കുമെതിരെ ഉയർന്നിരിക്കുന്നത്.
ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ ആരോപണം കൂടുതൽ കരുത്താർജിക്കുകയാണ്. ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെ ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാതെ പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് താരങ്ങൾ. ജന്തർ മന്ദറിൽ 30ഓളം ഗുസ്തി താരങ്ങളാണ് പ്രതിഷേധിക്കുന്നത്. സാക്ഷി മാലിക്, ബജറംഗ് പുനിയ, സരിത മോർ തുടങ്ങിയവരെല്ലാം തന്നെ പ്രതിഷേധത്തിൽ അണിചേർന്നിട്ടുണ്ട്. ലക്നൌവിലെ നാഷണൽ ക്യാമ്പിൽ നിരവധി പരിശീലകർ വർഷങ്ങളായി വനിതാ താരങ്ങളെ ചൂഷണം ചെയ്തിട്ടുണ്ടെന്നാണ് ആരോപണം. ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിന്റെ നിർദ്ദേശപ്രകാരം താരങ്ങളെ സമീപിക്കുന്ന കുറച്ച് സ്ത്രീകൾ ക്യാമ്പിലുണ്ടെന്നും വിനേഷ് ഫോഗട്ട് കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ബ്രിജ് ഭൂഷൺ ലൈംഗികമായി ചൂഷണം ചെയ്തതായി 10-12 താരങ്ങൾ തന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ചൂഷണങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ലെങ്കിലും ഫെഡറേഷനിൽ നിന്ന് വധഭീഷണിയുണ്ട്. കായിക താരങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ വരെ ഫെഡറേഷൻ ഇടപെടുന്നുവെന്നും വിനേഷ് ഫോഗട്ട് വെളിപ്പെടുത്തിയിരുന്നു. കോമൺവെൽത്തിലും ഏഷ്യൻ ഗെയിംസിലും ഇന്ത്യയ്ക്കായി സ്വർണ്ണ മെഡൽ നേടിയ വിനേഷ് ഫോഗട്ടിന്റെ ആരോപണം ഗൗരവമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത്. ഫെഡറേഷൻ ആരോപണത്തിൽ മറുപടി നൽകിയില്ലെങ്കിൽ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കായിക മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ബ്രിജ് ഭൂഷൺ ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. ആരോപണങ്ങൾ തെളിയിച്ചാൽ തൂക്കിലേറാനും തയ്യാറാണെന്നും ബ്രിജ് ഭൂഷൺ പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ബിജെപി നേതാവ് കൂടിയായ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് മാറിയേക്കും. ജനുവരി 22-ന് നടക്കുന്ന അടിയന്തര ജനറൽ കൌൺസിൽ യോഗത്തിൽ രാജി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ഗുസ്തി താരങ്ങൾ ഉന്നയിച്ച ആരോപണത്തിൽ 72 മണിക്കൂറിനകം വിശദീകരണം നൽകാൻ WFIയോട് കേന്ദ്ര കായിക മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. CPM സ്വതന്ത്ര ജോസിൻ ബിനോ പാലാ നഗരസഭാ അധ്യക്ഷ. 26 അംഗ നഗരസഭയിൽ ബിനു പുളിക്കക്കണ്ടത്തിന്റെ ഉൾപ്പെടെ 17 LDF അംഗങ്ങളുടെയും വോട്ടുകൾ ജോസിൻ ബിനോയ്ക്ക് ലഭിച്ചു. പ്രതിപക്ഷ നേതാവ് സതീഷ് ചെലാനിയുടെ വോട്ട് അസാധുവായി. CPM ജോസ് കെ മാണിയുടെ ആവശ്യം അംഗീകരിച്ചതോടെ ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാതെ പോയ ബിനു പുളിക്കക്കണ്ടം കറുത്ത ഷർട്ട് ധരിച്ചാണ് കൌൺസിൽ യോഗത്തിനെത്തിയത്. ജോസ് കെ മാണിക്കെതിരെ വാർത്താസമ്മേളനത്തിൽ കടുത്ത വിമർശനം ഉന്നയിച്ച ബിനു ഇന്നത്തേത് കറുത്ത ദിനമാണെന്ന് തുറന്നടിച്ചു. അദ്ദേഹത്തിന് വൈരാഗ്യം വരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നാളിതുവരെ ഞാൻ നടത്തിയിട്ടില്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. കാരണം അദ്ദേഹം മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ, പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിലും ജയിച്ച തെരഞ്ഞെടുപ്പിലുമെല്ലാം അദ്ദേഹത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ഒരാളാണ്, ഒരു പ്രവർത്തകനാണ് ഞാൻ. എനിക്കത് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്ന അദ്ദേഹം തോറ്റ തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭയിലെ 26 വാർഡുകളിൽ അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന വാർഡിൽ പോലും വലിയ ഭൂരിപക്ഷത്തിന് പുറകിൽ പോയപ്പോൾ പാലാ നഗരസഭയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ വിജയിച്ചു വന്ന 3-4 വാർഡുകളിലായി വലിയ മജോറിറ്റി നേടിക്കൊടുക്കുന്നതിന് സാധിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് നേരിട്ടറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വൈരാഗ്യം, അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു എളിയ പ്രവർത്തകനായ എന്നോട് കാണിക്കുന്നതിലുപരിയായി തരപ്പടിക്കാരോടും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ രാഷ്ട്രീയ സമകാലീനോടുമൊക്കെ അദ്ദേഹം ചെയ്ത രാഷ്ട്രീയ വൈരാഗ്യം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് അസഹിഷ്ണുതയുടെ പ്രവർത്തന ശൈലിയാണ്, കലഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലിയാണ്, വൈരാഗ്യത്തിൻ്റെ രാഷ്ട്രീയ ശൈലിയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ ശൈലിയായിരിക്കാം എൻ്റെ അവസരം കളയുന്നതിന് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരു വൈരാഗ്യമുള്ളതായിട്ട് എനിക്കറിയത്തില്ല. എന്തെങ്കിലും വൈരാഗ്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞാൽ അതിന് മറുപടി പറയുന്നതിന് ഞാൻ തയ്യാറാണ്. ഒരിടപെടലും നടത്തിയിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പ്രതികരിച്ചപ്പോൾ ബിനുവിന് എന്തും പറയാമെന്നായിരുന്നു ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജിന്റെ പ്രതികരണം. നടക്കുന്നതിന് മുമ്പ് ഓഫീസ് ചാർജുള്ള സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് അദ്ദേഹം പ്രഖ്യാപിച്ചു, ആരാകട്ടെ ഞങ്ങളുടെ 10 പേരും അവരെ പൂർണ്ണമായി ആരായാലും ഞങ്ങൾ വോട്ട് ചെയ്യും. അതനുസരിച്ച് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. പാലാ നഗരസഭ ഭരിക്കേണ്ടത് ക്രിസ്ത്യാനിയാകണമെന്ന ജോസ് കെ മാണിയുടെ നിർബന്ധമാണ് ബിനു പുളിക്കക്കണ്ടത്തെ തഴഞ്ഞതിന് പിന്നിലെന്ന് PC ജോർജ്. പാലാ നഗരസഭയിൽ ഇടതുപക്ഷ കൌൺസിലർമാർ 7 പേരാണെങ്കിലും അതിൽ ബിനു പുളിക്കക്കണ്ടം മാത്രമാണ് ഹിന്ദു. പാലാ ഭരിക്കേണ്ടത് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളാകണമെന്നുള്ള തീരുമാനമാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതുമൂലം വരും തെരഞ്ഞെടുപ്പുകളിൽ കേരള കോൺഗ്രസ് എമ്മിന് കനത്ത പരാജയം നേരിടേണ്ടി വരുമെന്നും PC ജോർജ്. ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും മുഴുവൻ ബിനു പുളിക്കക്കണ്ടത്തിനെ യുനാനിമസ് ആയി റെക്കമെൻഡ് ചെയ്തതാണ്. ഇന്നലെ DC കൂടുന്ന സമയത്തും ബിനു പുളിക്കക്കണ്ടം എന്ന് എല്ലാവരും തീരുമാനം പറഞ്ഞതാണ്. ഇന്ന് രാവിലെ ആയപ്പോൾ മാറിയിരിക്കും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 6-7 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യം മാത്രമുള്ള ജോസ് കെ മാണിക്ക്
20 വർഷം പാലാ നഗരത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന മിനു പുളിക്കക്കണ്ടം ഒരു സ്ഥാനത്ത് വരുന്നതിനോട് യോജിക്കാൻ കഴിയില്ല എന്നതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദയുടെ പോലീസ് സ്റ്റേഷൻ സന്ദർശനം വിവാദമാകുന്നു. മഠം ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് മനോജിനെതിരെ കേസെടുക്കുന്നത് ഒഴിവാക്കാൻ സച്ചിദാനന്ദ എത്തിയെന്ന ആരോപണം. സച്ചിദാനന്ദ പോലീസ് സ്റ്റേഷനിലെത്തിയ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ശ്രീനാരായണ ദർശനങ്ങളുടെ വെളിച്ചം ഉയരുന്ന ശിവഗിരിയിൽ നിന്ന് ധർമ്മസംഘത്തിന്റെ പ്രസിഡന്റ് തന്നെ ക്രിമിനൽ കേസിലെ പ്രതിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയതാണ് വിവാദമായിരിക്കുന്നത്. ശിവഗിരിക്ക് കളങ്കം ചാർത്തിയ നടപടിയെന്നാണ് വിവിധ കോണുകളിൽ നിന്നുള്ള വിമർശനം. സച്ചിദാനന്ദ എത്തിയത് മഠത്തിലെ വാഹനത്തിൽ. അഡ്വക്കേറ്റ് മനോജ് പ്രതിയായ മറ്റൊരു കേസിലെ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയതിനാണ് പുതിയ കേസ്. മഠത്തിന് കീഴിലെ ആശുപത്രിയിലെ ജീവനക്കാരനാണ് പരാതിക്കാരൻ. ചെമ്പടന്തി സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ നേരത്തെ മനോജിനെതിരെ കേസെടുത്തിരുന്നു. ഈ കേസിലെ സാക്ഷിയാണ് ഇപ്പോഴത്തെ പരാതിക്കാരനും വർക്കല മിഷൻ ആശുപത്രി ജീവനക്കാരനുമായ വിപിൻ. പ്രവാസിയായ വീട്ടമ്മയുടെ പരാതിയെ തുടർന്ന് ശിവഗിരി തീർത്ഥാടന കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സ്വാമി ഗുരുപ്രസാദിനെ കഴിഞ്ഞ മാസം മാറ്റിയിരുന്നു. സാമ്പത്തിക തട്ടിപ്പും സദാചാര പ്രശ്നവും ഉൾപ്പെടെ ഉയർന്നതായിരുന്നു ആ പരാതി. ഈ സംഭവത്തിന് പിന്നാലെ ധർമ്മസംഘം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സ്വാമി ഋതംബരാനന്ദയും മാറി നിന്നു. സ്വാമിമാർക്കിടയിലെ തമ്മിലടിയും ശിവഗിരിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ 16 കോടി രൂപ XD 236433 എന്ന ടിക്കറ്റിന്. പാലക്കാട് ടൗണിലെ മൂകാംബിക ലക്കി സെന്ററിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് ബമ്പർ അടിച്ചത്. ടിക്കറ്റ് വിറ്റത് S മധുസൂദനൻ എന്ന ഏജന്റാണ്. XD 236433. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകൻ അനന്ത് അംബാനിയുടെ വിവാഹ നിശ്ചയത്തോടനുബന്ധിച്ച് ഗോൾദാന ചടങ്ങ് ഇന്ന് നടക്കും. പരമ്പരാഗത ഗുജറാത്തി ശൈലിയിലുള്ള നിശ്ചയ ചടങ്ങാണ് ഗോൾദാന. രാധിക മർച്ചന്റിനെയാണ് അനന്ത് അംബാനി വിവാഹം കഴിക്കുന്നത്. നിശ്ചയത്തോടനുബന്ധിച്ച് മെഹന്തി ആഘോഷം കഴിഞ്ഞ ദിവസം നടന്നു. വിവാഹ നിശ്ചയത്തോടനുബന്ധിച്ചുള്ള റോക്ക ചടങ്ങ് കഴിഞ്ഞ മാസം 29-ന് രാജസ്ഥാനിലെ ശ്രീനാഥ്ജി ക്ഷേത്രത്തിൽ നടന്നിരുന്നു. വീരൻ മർച്ചന്റിന്റെയും ശൈലയുടെയും മകളായ രാധിക മർച്ചന്റ് ഭരതനാട്യം നർത്തകി കൂടിയാണ്. 5 മണി വാർത്ത പൂർണ്ണമാവുന്നു. നമസ്കാരം.